പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ ധനികരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സോഷ്യൽ മീഡിയ വഴി പലയിടങ്ങളായിരുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമക്കൾക്കും ലോകരക്ഷകന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇപ്രകാരം ഒരു പ്രോഗ്രാം വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ചില ആത്മീയമായ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനാണ് ഇപ്രകാരം ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന എന്ന് പറയുന്ന മണ്ണിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഒരു വലിയ മാരക രോഗം, പകർച്ചവ്യാധി ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ലോകത്തിലെമ്പാടും അത് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് മുൻപോട്ട് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ദൈവമക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും അതൊരു വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. നമുക്കറിയാവുന്നതുപോലെ കൊറോണ എന്ന് പറയുന്ന വൈറസ് COVID-19 ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ലോകജനത മുഴുവനും വല്ലാത്ത ഭീതിയുടെ നടുവിൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, വല്ലാത്തൊരു കണ്ണുനീരിന്റെ അനുഭവത്തിൽ, ദുഃഖത്തിന്റെ നടുവിലായിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഈ ലോകം മുഴുവനും മുൻപോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. മുൻപോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ വണ്ണം ലോകത്തിലെ ജനങ്ങൾ മുഴുവനും കണ്ണുനീരിന്റെ അനുഭവത്തിൽ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യവും അതുപോലെ തന്നെ മറ്റുള്ള പ്രിയപ്പെട്ടവരും അറിയേണ്ടതായ ഒരു കാര്യമാണ്, ഇന്ന് നാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. ഇതൊക്കെയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ വചനത്തിൽ കൂടിയൊക്കെയും നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനത്തിന് വളരെ പ്രസിദ്ധിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്രകാരമുള്ള സോഷ്യൽ മീഡിയയോ ഫേസ്ബുക്കോ വാട്സപ്പോ തുടങ്ങിയതായ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2020 ഇന്ന് നാം ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് കാണുവാനും കേൾക്കുവാനും ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയും ലൈവായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനവും നമുക്ക് കേൾക്കുന്നതിനോ അത് കാണുന്നതിനോ പ്രാപിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒന്നും നമുക്ക് കുറവില്ല. അപ്പൊ അതുകൊണ്ട് ഈ അല്പനേരം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കർത്താവ് അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ അല്പനേരം ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അല്പനേരം ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വൈദികനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 36 വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 21 അധ്യായം അതിന്റെ 36 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. നാം ഇപ്പോൾ വായിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ചില അടയാളങ്ങളെ കുറിച്ചാണ്. 21 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും എന്നുള്ളതായ ചില അടയാളങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മിങ്ങനെയാണ് അതിന് ഇപ്രകാരം വായിച്ചത് 36 വാക്യത്തിൽ: ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിങ്ങൾ നിൽപ്പാൻ പ്രാപ്തരായി തീരേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ
ഇന്ന് ലോകത്ത് മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഒഴിഞ്ഞു പോകുവാനും, അത് മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നാം കർത്താവിനോടൊപ്പം നിലനിൽക്കേണ്ടതിന് നാം സദാകാലം എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്താണ് ഈ ലോകത്തല്ല ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ മുൻപേ തന്റെ പ്രവാചകന്മാരിൽ കൂടി ദൈവം അറിയിച്ചിട്ടുള്ളതായ ദൈവത്തിന്റെ വചനങ്ങളാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വചനത്തിന് മാറ്റമില്ല. ഈ ലോകത്തിന് എന്തെല്ലാം സംഭവിച്ചാലും ശരി തന്നെ ദൈവത്തിന്റെ വചനം ഇന്നും നിലനിൽക്കുന്നതാണ്. സ്തോത്രം. പ്രധാന വചനം പറയുന്ന ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ. ഇതൊക്കെയും ഇന്ന് സംഭവിക്കുമെന്ന് കർത്താവിന്റെ വചനത്തിൽ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കണ്ണുനീരുകൾ, മരണങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടതകളൊക്കെയും ദൈവത്തിന്റെ വചനത്തിൽ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സംഭവിക്കാനുള്ള എല്ലാം നാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. എന്താണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യക്തമായിട്ട് അതിന്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെരമ്യാവ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്രകാരം കഴിയുന്നുണ്ട്. യെരമ്യാവ് 7-ാം അധ്യായം 5-ാമത് വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരനർത്ഥം ഇതാ വരുന്നു, അവസാനം വന്നിരിക്കുന്നു, അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു, ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു, കാലമായി നാൾ അടുത്തിരിക്കുന്നു. മലകളിൽ ആർപ്പുവിളി, സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല, ഇപ്പോൾ അത് വേഗത്തിൽ. എന്റെ ക്രോധം നിന്റെ മേൽ പകർന്നോ, എന്റെ കോപം നിന്നിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങളെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ മനുഷ്യന്റെ നടപ്പ് ദൈവഹിതമില്ലാതെ, ദൈവത്തെ ഭയമില്ലാതെ, ദൈവം ഉണ്ടെന്ന് മനുഷ്യൻ അറിയുമ്പോൾ തന്നെ ആ ദൈവത്തെ ഭയമില്ലാതെ ലോകത്തിലെ ജനങ്ങൾ മുഴുവനും മ്ലേച്ഛതകളും പാപപ്രവൃത്തിയും ചെയ്ത് വല്ലാത്ത ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് മുൻപോട്ട് പോകുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവികമായ ക്രോധമാണ്, ദൈവത്തിന്റെ കോപമാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. അനർത്ഥം വരുന്നു, അവസാനം അടുത്തിരിക്കുന്നു, അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. മലകളിലൊക്കെ ആർപ്പുവിളി ഉയരുന്നു, അത് സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല. നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയ വഴിയും പലയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ പൊടുന്നനവെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് കരയാൻ, വിലയിപ്പാൻ ആരുമില്ല. മനുഷ്യനെ അടക്കം പോലും സ്ഥലമില്ലാതെ വണ്ണം ഇന്ന് ലോകം മുഴുവനും പകച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണമാണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ യെരമ്യാവ് 7-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 25-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. വായിക്കുന്നു, നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും, എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പൊയ്പോകും. രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും, ദേശത്തിലെ ജനത്തിന്റെ കൈകൾ വിറയ്ക്കും. ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും, അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. കർത്താവിന്റെ വചനം പറയുന്നു, ദാ നാശം വരുന്നു, അപകടത്തിൽ അപകടം ഉണ്ടാകും, അനർത്ഥങ്ങൾ സംഭവിക്കും, ഇതുപോലെ മാരക രോഗങ്ങൾ സംഭവിക്കും. അവർ പ്രവാചകന്മാരുടെ ദർശനം അന്വേഷിക്കും, പക്ഷെ അതവർക്കില്ലാതിരിക്കും. രാജാവ് ദുഃഖിക്കുന്നു. നമുക്കറിയാലോ, ലോകത്തിലെ വിവിധ പ്രഭുക്കന്മാർ ഇന്ന് ദുഃഖത്തിലായിരിക്കുക. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. ജനത്തിന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകശാസ്ത്രത്തിന് പോലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത നിലവാരങ്ങളിൽ ലോകത്ത് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിൽ കണ്ണുനിന്റെ നടുവിലായിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളിത് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഇതൊക്കെ പറയുമ്പോൾ പലരും ഇതിനെ തള്ളിക്കളയാറുണ്ട്, ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല.
എന്നാൽ ഇന്ന് ലോകജനം മുഴുവനും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. ഈ ലോകശാസ്ത്രത്തിന് മുഴുവനും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് കാര്യങ്ങളെല്ലാം വല്ലാത്ത തകർച്ചയിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടതുമായ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തെ ഭയമില്ലാത്ത അനേക രാജ്യങ്ങൾ ഇന്ന് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവം എനിക്ക് വേണ്ട, ദൈവമില്ല എന്ന് നിരീക്ഷിതമായിട്ട് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ച പലരും ഇന്ന് ദൈവമെന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. നോഹയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇന്ന് അനേകമായിരങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ കഴിയാതെ വണ്ണം ഭവനങ്ങളിൽ ഇരിക്കുന്നു. ഇതിന്റെ കാരണം നാം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ്. കൃപ പ്രാപിച്ച നോഹ പെട്ടകമുണ്ടാക്കി. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവത്തെ ഭയപ്പെടാത്തവർ നശിച്ചുപോയി. എന്നാൽ വചനമനുസരിച്ച് പെട്ടകത്തിനകത്ത് പ്രവേശിച്ച 8 പേർ രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് ലോകം മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഭവനത്തിനകത്തുന്ന പെട്ടകത്തിൽ ഒളിച്ചിരിക്കുക. ഇതൊക്കെ കർത്താവായ ദൈവത്തിന്റെ പദ്ധതിയാണ്, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായിട്ട് ഇന്ന് ഈ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ചില വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്ത് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇങ്ങനെയുള്ളതായ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. കൊടിയ വ്യാധികളെ ലോകമനുഷ്യൻ ഇന്ന് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പലർക്കും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയയില്ല. അങ്ങനെ വല്ലാത്ത വ്യാധികൾ ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഇന്ന് തിരിച്ചറിയേണ്ട കാര്യം, ഇതിന് നമ്മെ വിടിവിപ്പാൻ, നമ്മെ സൗഖ്യമാക്കാൻ കർത്താവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് നടക്കാൻ ഞാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ ബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രമീലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നിന്നെ നശിപ്പിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്കറിയാം, പലയിടങ്ങളിലും അവൻ കൊടിയ വ്യാധികളാൽ മനുഷ്യനായിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഈ വചനത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രമാണിക്കാതെ നടന്നാൽ, ദൈവത്തെ അനുസരിക്കാതെ നടന്നു കഴിഞ്ഞാൽ ദൈവം വല്ലാത്ത വ്യാധി അയക്കുമെന്നും അതൊരു ശാപമായി തീരുമെന്നും ജനം എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടുകയില്ലെന്നൊക്കെ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടയാളമെന്നുള്ളത് ഇതൊക്കെ പ്രവാചകന്മാരിൽ കൂടി ദൈവം വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന് പറയുന്ന വൈറസ് തുടങ്ങിയതായ മാരക രോഗങ്ങളൊക്കെയും ഇതിന്റെയൊക്കെ ഒരു അടയാളമാണെന്ന് നാം തിരിച്ചറിയണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതായ കാര്യം, നാം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുക. വചനം പറയുന്നു, മറ്റൊരുത്തും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ ദൈവത്തിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇന്ന് ലോകം മുഴുവൻ എവിടെ ചെന്നാൽ രക്ഷ കിട്ടും, എവിടെ ചെന്നാൽ സമാധാനം കിട്ടും എന്നുള്ളതായ ചിന്തയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ മഹാമാരി നിന്ന് വിടിവിപ്പാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളെന്നുള്ള കാര്യം അതെല്ലാവരും തിരിച്ചറിയേണ്ടത് കാര്യമാണ്. പ്രാർത്ഥന പുച്ഛിച്ചുകൊണ്ടിരുന്നവർ, പ്രാർത്ഥന നിന്ദിച്ചുകൊണ്ടിരുന്നവർ, ദൈവദാസന്മാർക്കെതിരെ പരിഹാസം ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെയും ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിച്ചിട്ടുള്ളതായ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം,
ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൽ പുറമായിട്ട് വിശ്വസിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതായ ഈ സംഭവബഹുലമായ കാര്യങ്ങൾ ഇന്നൊക്കെ വിടുതൽ കാണേണ്ടതിന്, നാം രക്ഷ പ്രാപിക്കേണ്ടതിന് ജീവനുള്ള ദൈവത്തിന്റെ സന്നിധി നാം നിലവിളിപ്പാനിടയായി തീരണം. വലിയവരും ചെറിയവരെന്നില്ല. ഇന്ന് ലോകം മുഴുവനും വല്ലാത്ത ഭീതിയുടെ നടുവിലായിരിക്കുന്നു. നമുക്കറിയാമല്ലോ. നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ഭൂമി നമുക്ക് നല്ലൊരു സുരക്ഷിതം നൽകി തരുന്ന ഭൂമിയല്ല. ഇവിടെ രോഗമുണ്ട്, കഷ്ടമുണ്ട്, പ്രശ്നമുണ്ട്. ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കൊടിയ ബാധകൾ ഉണ്ട്. എന്നാൽ ഇതിനൊക്കെ രക്ഷ പ്രാപിപ്പാൻ ഈ ഉലകത്തെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, ജീവിക്കുന്ന ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ദൈവമാണ് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഈ താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്ന നസ്രനായ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ നാം ചെയ്തിട്ടുള്ള സകലമാന പാപങ്ങൾ നീക്കി ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ വാഗൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവായ യേശുവിന്റെ മകനായി മകളായി തീർന്നാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് നാം എന്തെല്ലാം വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അവിടെ നിന്നൊക്കെ വിടിയിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. അപ്പൊ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ ലോകത്ത് മനുഷ്യന് മരണമുണ്ട്. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഈ ലോകത്ത് മരണമുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ 11-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ മരിച്ചാലും നാം ജീവിക്കും. യേശു വിശ്വസിക്കുന്ന വ്യക്തി മരിച്ചാലും പിന്നെ ജീവിപ്പാൻ ഇടയായി തീരും. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഈ മരണത്തിനപ്പുറം ഒരു നിത്യൊരു ജീവനുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. നിങ്ങളും യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, യേശുവിനോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, ഇപ്പോഴെങ്കിലും നിങ്ങൾ മടങ്ങി വന്നാൽ തീർച്ചയായും നമ്മുടെ പാപത്തെ ക്ഷമിച്ച് രോഗത്തെ സൗഖ്യമാക്കി നാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ദൈവശക്തനെന്ന് നാം തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ പോയതുപോലെ വീണ്ടും വരും. ആ കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നു. എന്നാൽ ഇനി യേശു ക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതിന്റെ അടയാളങ്ങളാണ് ഇന്ന് നാം ഈ അന്ത്യകാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും ഒറ്റക്കെട്ടായി പറയുന്നൊരു കാര്യമുണ്ട്, ലോകം അവസാനിക്കാറായി. പ്രിയരെ, ഇത് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം അവസാനിക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറമായി ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പേ തന്റെ ജനത്തെ ചേർക്കുവാൻ, വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യ ദൈവങ്ങൾക്കൊന്നും മനുഷ്യനെ ഡീപ്പാൻ കഴിയത്തില്ല. അശുദ്ധന്മാരിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുമില്ല. എന്നാൽ വിശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധൻ മാത്രമേ ഉള്ളൂ. മാനരാശിക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്തിറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഈ ലോകത്തെ വിടിവിക്കാൻ കഴിയുള്ളെന്ന് നാം ഇനിയെങ്കിലും ഒരു സത്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളതായ കാര്യം, ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല കർത്താവായ യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. ഇനി അധിക നാളില കർത്താവായ യേശു ക്രിസ്തു പോയതുപോലെ രണ്ടാമതും പ്രത്യക്ഷനാകും, വേഗം വരും എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, നാം ഇപ്പോഴെങ്കിലും കർത്താവിന്റെ രക്ഷ വായ്പാൻ ഇടയായി തീരട്ടെ. ഇത് അന്ത്യനാളാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങൾ, നാളുകൾ എന്തായി തീരുമെന്ന് നമുക്കൊന്നും പറയാൻ കഴിയുകയില്ല. ലോകം അതിന് അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുന്നു. ആകയാൽ ഈ കേൾക്ക വചനങ്ങൾക്ക് ഏറ്റെടുത്ത് ആ വചനപ്രകാരം മുന്നേറട്ടെ. ഇത് പ്രവചന വചനമാണ്, ഇന്നും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന വചനമാണ്, അത് ഇനിയും നിവൃത്തിയാകുന്ന വചനമാണ്. ആയതിനാൽ ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് മുന്നേറാൻ വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഈ ഭാരങ്ങളും വേദനകളും പ്രശ്നങ്ങളും നിരാശകളും നിറയപ്പെട്ട ഈ ഭൂമിയിൽ നമ്മെ കാത്തു പരിപാലിപ്പാൻ, നമ്മെ സഹായിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ ഭയപ്പെടുക. ഇനി നാളധികമില്ല, കർത്താവ് വരാറായി. ആ കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിനകത്തും തലമുറകൾക്കും ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക.